ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ബീട്രൂട്ട് പച്ചടി, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ബീട്രൂട്ട് പച്ചടിയാണ്. അതിനായിട്ട് ഞാൻ 2 ബീട്രൂട്ടാണ് എടുത്തത്, ഒരിടത്തരം. അത് നല്ലോണം ഗ്രേറ്റ് ചെയ്ത് മൺചട്ടിയിലാണ് ഞാൻ വെക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് സ്റ്റൗ കത്തിച്ചിട്ട് അത് വേവിക്കാൻ വെക്കുക. അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് അത് മൂടി വെച്ചേക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ, അതിനാവശ്യമായ കുറച്ച് തേങ്ങ, 2-3 നമ്മുടെ വെളുത്തുള്ളി, ഇച്ചിരി ഇഞ്ചി, ഇത്ര എടുത്തിട്ട് നമ്മുടെ ജാറയിലിട്ട് അരക്കാൻ. രണ്ട് പച്ചമുളകൊക്കെ എടുക്കാം. ഇത് കുഞ്ഞിനും എടുക്കേണ്ടതുകൊണ്ട് ഒരു പച്ചമുളക് എടുക്കുന്നുള്ളൂ. അതിനകത്തേക്ക് കുറച്ച് ഇച്ചിരി കടുക് ഇട്ടിട്ട് അത് അരച്ച് പേസ്റ്റാക്കി മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് നമുക്ക് അതിനാവശ്യമായ കുറച്ച് തൈര് അത്യാവശ്യമാണ്, അത് എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ നേരത്തെ വേവിക്കാൻ വെച്ച് നമ്മുടെ ബീട്രൂട്ടിനകത്തേക്ക് അത് വെന്തിട്ടുണ്ടാവും. അതിനകത്തേക്ക് ഈ അരപ്പ് ഒരു 5 മിനിറ്റ് അത് നമുക്ക് അറിയാനൊക്കുമല്ലോ ബീട്രൂട്ട് വേകുന്നതിൻ്റെ. അതിനകത്തേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് നല്ലോണം ഇളക്കിയിട്ട് അതിനാവശ്യമായ 1 കപ്പ് തൈര്, ഇച്ചിരി ചെറിയ പാത്രത്തിൽ ആ തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇളക്കിയിട്ട് പിന്നെ ഉപ്പ് പോരുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് നോക്കുക. അടുത്ത നമ്മൾ വറയിടാനായിട്ട് അതിന് കുറച്ച് വറ്റൽമുളക്, കടുക്, വേപ്പില, ഇത്ര മതി. നമ്മൾ പാൻ വെച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിട്ട് പൊട്ടിക്കുക. അത് മറ്റേ ഉലുവയൊന്നും ഇതിനകത്ത് ചേർക്കണ്ട, നമ്മുടെ കടുക് ചേർത്താൽ മതി. കടുക് പിന്നെ നമ്മുടെ വറ്റൽമുളക്, വേപ്പില, ഇത്രയും കൂടി നല്ലോണം ഇളക്കി നല്ലോണം മുരിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മുടെ പച്ചടിയിലേക്ക് ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. നമ്മുടെ സ്വാദിഷ്ടമായ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പച്ചടി തയ്യാറായിട്ടുണ്ട്. ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് നോക്കിയതാണ്. ഫസ്റ്റ് ട്രയലിൽ തന്നെ ഞാൻ ചെയ്ത് നോക്കി സൂപ്പർ റിസൾട്ട് കിട്ടിയ ഒരു പച്ചടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.